ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം നോക്കാം. ഏകദാ ഭഗിനി തസ്യാസ്തദ്ഗൃഹേ സ്വേച്ഛയാ ഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹതീഹി മേ. നമ്മൾ തൊട്ട് മുൻപുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ആ കൂട്ടുകാരിയുടെ മുൻപിലിരുന്ന് രോദനം നടത്തുന്ന ധുന്ധുലിയെയാണ് കണ്ടതെങ്കിൽ ഇനി അടുത്തത് പറയുകയാണ് ഏകദ. ഒരു ദിവസം ഭഗിനി തസ്യ, ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരി, തൻ്റെ അനിയത്തി, തസ്യാസ്തദ്ഗൃഹേ, തസ്യ തത് ഗൃഹേ, തസ്യ അവളുടെ, തദ്ഗൃഹേ ആ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ, അപ്പോൾ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് സ്വേച്ഛയാഗത, സ്വേച്ഛയാ ആഗത, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട്. സ്വേച്ഛയ തൻ്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് തൻ്റെ ചേച്ചിയെ കാണണമെന്ന് തോന്നിയപ്പോൾ, മൂത്ത സഹോദരിയെ കാണണമെന്ന് തോന്നിയപ്പോൾ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടേക്ക് എത്തിച്ചേർന്നു. ആഗത എത്തിച്ചേർന്നു. തദഗ്രേ കഥിതം സർവം, അപ്പോഴാകട്ടെ തത് അഗ്രേ ആ സഹോദരിയുടെ മുൻപിലും ഇരുന്നിട്ട് കഥിതം സർവം, കഥിതം പറഞ്ഞു, സർവം എല്ലാ കാര്യങ്ങളും, ഇതുവരെ നടന്നത് എല്ലാ കാര്യങ്ങളും ഈ ജ്യേഷ്ഠ സഹോദരി ഇരുന്ന അനുജത്തിയോട് എല്ലാം പറഞ്ഞു. ചിന്തേയം മഹതീഹിമേ, ചിന്തേയം, ചിന്ത ഇയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചിന്തേയം. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഭയങ്കര ചിന്താകുലയായിരിക്കുന്നു. മഹതീഹിമേ എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ ഈ ചിന്തകൾ എന്നെ, ഈ ഒരു വിഷയത്തിൽ എൻ്റെ ചിന്തകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു, എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഭർത്താവിനോട് ഈ ഫലം കഴിച്ചുവെന്ന് പറഞ്ഞു, അപ്പോൾ ഇനിയും ഗർഭം ധരിക്കണ്ടേ? ആകെ എൻ്റെ മനസ്സ് വല്ലാതെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇനി എന്താ ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നിപ്പോൾ സഹോദരിയോടും പറഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകദാ ഭഗിനി തസ്യാസ്തദ്ഗൃഹേ സ്വേച്ഛയാഗതാ തദഗ്രേ കഥിതം സർവം ചിന്തേയം മഹതീഹി മേ. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തസ്യാസ്തദ്ഗൃഹേ അത് ശ്രദ്ധിക്കുക. അതുപോലെ സ്വേച്ഛയാഗതാ, അവിടെ അകാരം നീട്ടിയെടുക്കേണ്ട 2-3 ഇടങ്ങളുണ്ട്. സ്വേച്ഛയാ, ആഗത, അവിടെ ആഗത തായ്ക്കും ദീർഘമുണ്ട്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തദഗ്രേ, തത് അഗ്രയാണ്, തദഗ്രേ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 52-ാമത്തെ ശ്ലോകമാണ്. ദുർബലാതേന ദുഃഖേന ഹ്യനുജേ കരവാണി കിം സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിത. ഇനി പറയുകയാണ് ദുർബലാതേന ദുഃഖേന, ഈ ദുഃഖം, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഈ ഒരു ദുഃഖം എന്നെ ദുർബല, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് ശക്തിയില്ലാതെയാകുന്നു ഈ ഒരു ദുഃഖം കാരണം. ഹനുജേ കരവാണിക്കും, ഹ്യനുജേ, ഹി അനുജയാണ്, ഹ്യനുജേ, അതായത് ഈ ദുഃഖം നിമിത്തം എനിക്കിപ്പോൾ ഒന്നും ചെയ്യുവാൻ ശക്തിയില്ലാതെയായിരിക്കുന്നു. അതുകൊണ്ട് അനിയത്തി, സഹോദരി, ഞാൻ എന്താണ്, കിം കരവാണി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യും ഞാൻ? സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിത. സാബ്രവീൻ, സാ അബ്രവീൻ, മമ ഗർഭ അസ്തി, ഇങ്ങനെ കുറച്ച് അധികം വാക്കുകൾ ചേരുന്നതാണത്. ഇവിടെ പറയുകയാണ്, ചേച്ചി വിഷമിക്കേണ്ട, എന്താ വേണ്ടേ? സാബ്രവീൻ മമ ഗർഭോസ്തി. ഈ ധുന്ധുലിയുടെ ഒരു ഗുരുത്വം കൊണ്ടോ ഒരു ഭാഗ്യം കൊണ്ടോ എന്തോ ആ സമയത്ത് സഹോദരി ഗർഭിണിയായിരുന്നു. അപ്പോൾ പറയാണ് സാ അബ്രവീൻ മമ ഗർഭോസ്തി, അതായത് ആ അനുജത്തി പറയാം, ഞാൻ എൻ്റെ ഗർഭത്തെ, മമ ഗർഭോസ്തി, ഞാൻ എൻ്റെ ഗർഭത്തിൽ
ഈ ഉണ്ടായിരിക്കുന്ന കുഞ്ഞിനെ തം ദാസ്യാമി, നിനക്ക് ഞാൻ തരാം, ചേച്ചിക്ക് ഞാൻ തരാം. പ്രസൂതിത, പ്രസവശേഷം ഞാനിത് ചേച്ചിക്ക് കൊണ്ട് തരാം. ജ്യേഷ്ഠ സഹോദരിക്ക് വാക്കു കൊടുക്കുകയാണ്. തൻ്റെ, അതായത് ജ്യേഷ്ഠത്തി ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, ഈ ചിന്തകളൊക്കെ കളഞ്ഞോളൂ, ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിക്കുന്നു, മുഖത്ത് നോക്കിയാൽ അറിയാം ഉള്ളിലെ ആ വേദനയുടെ വിഷമത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്ന്. അതുകൊണ്ട് വേണ്ട, ശരീരം ഒന്നും ക്ഷീണിപ്പിക്കണ്ട, ഈ ചിന്തകളൊക്കെ വെടിഞ്ഞോളൂ, ഞാനിപ്പോൾ ഗർഭിണിയാണ്, അതുകൊണ്ട് ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ ജ്യേഷ്ഠതയ്ക്ക് കൊണ്ട് തരാം എന്ന് വാക്കു കൊടുക്കുകയാണ്. നോക്കൂ, ജ്യേഷ്ഠ സഹോദരി ഒരു കള്ളം പറഞ്ഞപ്പോൾ അതിനെ മറയ്ക്കുവാൻ ഒന്നിനു പിറകെ ഒന്നാലെ തെറ്റുകളുടെ ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ്. ആദ്യത്തെ ഒരു തെറ്റ് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ, ഒരു കള്ളം പറഞ്ഞപ്പോൾ ആ കള്ളത്തെ സാധൂകരിക്കുവാൻ പിന്നീട് കള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു തെറ്റിൽ നിന്നും പിന്നീട് തെറ്റുകളിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, അനിയത്തിയുടെ കുഞ്ഞിനെ തൻ്റെ കുഞ്ഞായി ഇനിയും ഭർത്താവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അനിയത്തി തന്നെ. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരി ചെയ്ത തെറ്റിനെ, ആ തെറ്റ് ഭർത്താവിനോട് ഏറ്റുപറഞ്ഞ് തനിക്ക് മാപ്പ് തരണമെന്ന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം ഈ അനുജത്തിയായിട്ടുള്ള സഹോദരിയും പറയുന്നത് ആ തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ട മാർഗങ്ങളാണ്, ഉപായങ്ങളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. നോക്കൂ, ഇവിടെയാണ് ഒരു യഥാർത്ഥ മിത്രം എന്ന് പറയുമ്പോൾ ഒരു കൂടപ്പിറപ്പിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങൾ തെറ്റായ വഴിക്ക് നീങ്ങുന്നു എന്ന് കണ്ടാൽ അത് അരുത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മിത്രത്തിൻ്റെ കർത്തവ്യം. ഇവിടെ അത് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ആ തെറ്റിൽ നിന്നും മറ്റൊരു തെറ്റിലേക്ക് നയിക്കുകയാണ് ഇവിടെ ഈ അനുജത്തി ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദുർബലാതേന ദുഃഖേന ഹ്യനുജേ കരവാണി കിം സാബ്രവീൻ മമ ഗർഭോസ്തി തം ദാസ്യാമി പ്രസൂതിത. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹ്യനുജേ, ഹി അനുജേ, അവിടെ ഹ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. അതുപോലെ സാബ്രവീൻ മമ ഗർഭോസ്തി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ പ്രസൂതിത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 53-ാമത്തെ ശ്ലോകമാണ്. താവത്കാലം സ ഗർഭേവ ഗുപ്താ തിഷ്ഠഗൃഹേ സുഖം വിത്തം ത്വം മത്പദേര്യച്ഛ സതേ ദാസ്യതി ബാലകം. ഇനിയും അതിനേക്കാൾ വലിയ അടുത്ത തെറ്റിലേക്ക് പോവുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത് അനിയത്തി? താവത് കാലം സഗർഭേവ, താവത് കാലം, അതുവരെയുള്ള കാലം, ഞാൻ പ്രസവിച്ച് എൻ്റെ ഉണ്ണിയെ ഞാൻ ഇവിടെ കൊണ്ട് തരുന്ന ആ കാലം വരേക്ക് സഗർഭേവ, ഒരു ഗർഭം നിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള രീതിയിൽ, സഗർഭേവ, നീ ഗർഭിണിയാണെന്ന മട്ടിൽ, ഗുപ്ത തിഷ്ഠഗൃഹേ സുഖം, ഗുപ്ത വളരെ ഇങ്ങനെ ഒളിച്ച്, അതായത് താൻ ഗർഭിണിയാണെന്ന് അഭിനയിച്ചുകൊണ്ട്, തിഷ്ഠഗൃഹേ സുഖം, വീട്ടിനുള്ളിൽ സുഖമായിട്ട് നീ അങ്ങനെ ഇരുന്നോളുക, നീ ഗർഭിണിയാണെന്ന് അഭിനയിച്ച് അങ്ങനെ ഇരുന്നോളുക. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും എൻ്റെ ഉണ്ണിയെ ഞാൻ കൊണ്ട് തരാമെന്ന് നിന്നോട് പറഞ്ഞുവല്ലോ ചേച്ചി. ഒരു ഇതുണ്ട്, ഞാൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ, എൻ്റെ ഭർത്താവും കൂടി വിചാരിക്കണ്ടേ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. വിത്തം ത്വം മത്പദേര്യച്ഛ സതേ ദാസ്യതി ബാലകം. വിത്തം ത്വം, വിത്തം എന്ന് പറഞ്ഞാൽ ധനം, ത്വം അല്ലയോ ജ്യേഷ്ഠതി, അവിടുന്ന് മത്പദേര്യച്ഛ, ഈ എൻ്റെ പതിക്കായിട്ട്, എൻ്റെ ഭർത്താവിന് ജ്യേഷ്ഠത്തി അവിടുന്ന് കുറേ പണം കൊടുത്താലും, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, സതേ ദാസ്യതി ബാലകം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചേച്ചി അവിടത്തേക്ക്
എൻ്റെ ഉണ്ണിയെ തരുവാൻ ചിലപ്പോൾ സമ്മതിച്ചേക്കും. നോക്കൂ, ജന്മം കൊടുത്ത അമ്മ സ്വന്തം ഉണ്ണിയെ, അത് സഹോദരിക്കാണെങ്കിൽ പോലും വിത്തത്തിനായിക്കൊണ്ട് കൊടുക്കുമ്പോൾ അത് വിൽപ്പനയാണ്. താൻ പകരം ധനം വാങ്ങുന്നുണ്ടെങ്കിൽ അത് വിൽപ്പനയാണ്. നോക്കൂ, സ്വന്തം ഉണ്ണിയെ വിൽക്കുവാൻ മടിക്കാത്ത ഒരു കാലം നമ്മൾ ഇന്ന് കാണുമ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. ധാരാളം ഇതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ ചുറ്റിനും കേൾക്കുന്നുണ്ട്. പക്ഷേ എത്രയോ കാലങ്ങൾക്ക് മുൻപും മനുഷ്യ മനസ്സിൽ ഇതുപോലെയുള്ള അധമ വിചാരങ്ങൾ കടന്നുകൂടിയിരുന്നു എന്ന് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ കാണാം. ഓർക്കുക, ഇവിടെ ഈ കൂടപ്പിറപ്പ് ആ ഒരു മിത്രമെന്ന പദത്തിന് യോഗ്യതയില്ലാത്ത കൂടപ്പിറപ്പായിരുന്നു. അഥവാ ഈ രണ്ട് സഹോദരിമാരും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കുള്ള യാത്രകൾ നടത്തുമ്പോൾ അതിനുവേണ്ടി പരസ്പരം താങ്ങും തണലുമായി നിന്നവരാണ്. മറിച്ച് നേരായ വഴിക്ക് നയിക്കുവാൻ, മിത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും കാലിടറുമ്പോൾ കൈതന്ന് കരകയറ്റി കൂടെ കൊണ്ടുപോകേണ്ടവരാണ് മിത്രങ്ങൾ. അവർക്ക് നേരായ വഴി, തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് വഴി കാണിച്ചു കൂടെ കൊണ്ടുപോകേണ്ടവരാണ്. ഇനിയും ഈ തെറ്റ് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. ഇവിടെ അതേസമയം അനുജത്തി വന്നിട്ട് നീ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടതൊക്കെ ഞാനും കൂടി ചെയ്തു തരാം, അതിനെ ആ തെറ്റ് ശരിയാക്കി നമുക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂടപ്പിറപ്പായിപ്പോയി. അതുകൊണ്ട് ഇവിടെ പറയാണ്, എൻ്റെ പതിക്ക് നീ ധാരാളം പണം കൊടുത്തോളൂ, അങ്ങനെയെങ്കിൽ എൻ്റെ പതി നിനക്ക് എൻ്റെ ഉണ്ണിയെ നൽകുവാൻ സമ്മതിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ഇവിടെ ആ അനുജത്തിയുടെ ഭർത്താവും അതേ രീതിയിലാണെന്ന് ആലോചിച്ചോണം. വിത്തം കിട്ടിയാൽ സ്വന്തം ഉണ്ണിയെപ്പോലും വിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്ന പുരുഷനും. അപ്പോൾ സഹോദരിമാർ തന്നെയല്ല, ഇളയ സഹോദരിയുടെ ഭർത്താവും, ഇവരൊക്കെ ബ്രാഹ്മണരായിട്ട് പോലും അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരായതുകൊണ്ട് തന്നെ നോക്കൂ, ഒരു സഹോദരിമാർ രണ്ടുപേരും മാത്രമല്ല, അനുജത്തിയുടെ ഭർത്താവ് പോലും അധർമ്മത്തിൻ്റെ വഴിയിലൂടെ ചരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ എത്രമാത്രം ധർമ്മിഷ്ഠനായിരുന്നുവോ അത്രമാത്രം അധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന തൻ്റെ പ്രിയ പത്നിയും, പത്നി സഹോദരിയും, സഹോദരി ഭർത്താവും, നോക്കൂ, സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം കളയുന്നത് അധാർമികളായിട്ടുള്ള സഹചാരികളാണ്. നമ്മൾ ഒരു ഇരുട്ടിനെ മാറ്റുവാൻ ദീപം തെളിക്കുമ്പോൾ ആ ദീപത്തെ ഊതിക്കെടുത്തുന്നവരാണ് കൂടെയുള്ളവരെങ്കിൽ നമ്മളും ആ അന്ധകാരത്തിൻ്റെ ഭാഗമായി മാറേണ്ടി വരുന്നു. അഥവാ ആ അന്ധകാരം നമ്മളും അനുഭവിക്കാൻ ഇടവരും. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഏത് ഘട്ടത്തിലാണെങ്കിലും നമ്മുടെ സഹചാരികളുടെ മനോഭാവം, നമ്മുടെ മാർഗം ധർമ്മത്തിൻ്റെതായിരുന്നാൽ പോലും, സന്മാർഗമായിരുന്നാൽ പോലും, അതിനെയും അതിൻ്റെ ഫലത്തെയും അതിൻ്റെ സദ്ഫലത്തെയും നിഷ്ക്രിയമാക്കാൻ കഴിയും എന്ന് ഈ ഒരു ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത് കാലം സ ഗർഭേവ ഗുപ്ത തിഷ്ഠഗൃഹേ സുഖം വിത്തം ത്വം മത്പദേര്യച്ഛ സദേ ദാസ്യതി ബാലകം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മത്പദേര്യച്ഛ, അത് ആ ഒരു വാക്ക് മാത്രമേ ഇതിലൊരല്പം ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള ശ്ലോകങ്ങളാണ്. അവിടെയും കൊണ്ടും കഴിഞ്ഞില്ല. അനുജത്തിയുടെ ഉപദേശം 54-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും തുടരുകയാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.